ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിറ്റ വാഹന നിർമ്മാണ കമ്പനികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് നമ്മളിവിടെ ഇന്ന് റീറ്റെയിൽ സെയിൽസ് ആണ് നോക്കുന്നത്, ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ എന്തോരം സെയിൽസ് കസ്റ്റമേഴ്സിലേക്ക് പോയി എന്നുള്ളതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണ ഞാൻ അതല്ലായിരുന്നു നോക്കാറുള്ളത്. എനിവേ നമ്മൾ ഈ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ 19th പൊസിഷനിൽ നിൽക്കുന്ന ടോട്ടൽ 19 കമ്പനികൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 19th പൊസിഷനിൽ നിൽക്കുന്ന വോൾവോ ആണ്. 119 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നിരിക്കുന്നത്. നമ്മൾ ഇയർ ഓൺ ഇയർ ബേസിസിലാണ് കേട്ടോ കമ്പയർ ചെയ്യുന്നത്. അതായത് 2024 ഏപ്രിൽ സെയിൽസ് വെച്ചായിരിക്കും കമ്പയർ ചെയ്യുന്നത്. സോ 2024 ഏപ്രിൽ 148 വാഹനങ്ങളുടെ സെയിൽസ് വോൾവോയ്ക്ക് ടോട്ടൽ വന്നായിരുന്നു. 29 വാഹനങ്ങളുടെ വ്യത്യാസവും 19.59% ഡീഗ്രോത്ത് റേറ്റും ആണ് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത സെയിലാണ് എന്ന് പറയാം. മിക്ക മാസങ്ങളിൽ ഏകദേശം റേഞ്ചാണ്. ഇനി അടുത്ത നമ്മുടെ 18th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ജീപ്പാണ്. സാധാരണ നമ്മൾ ഫാക്ടറി ഡിസ്പാച്ച് യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ മിക്കവാറൊക്കെ ലാസ്റ്റ് നിൽക്കാറുള്ള കമ്പനി ജീപ്പായിരുന്നു. റീറ്റെയിൽ സെയിൽസ് എടുത്തിട്ട് പോലും സെക്കൻഡ് ലാസ്റ്റാണ് ജീപ്പ് വന്നിട്ടുള്ളൂ. ബാക്കി കമ്പനികളൊക്കെ പ്രീമിയം ബ്രാൻഡ്സും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇതിലും കൂടുതൽ സെയിൽ വന്നിട്ടുണ്ട്. എനിവേ കഴിഞ്ഞ മാസം 281 വാഹനങ്ങളുടെ സെയിലാണ് ടോട്ടൽ ജീപ്പിന് ലഭിച്ചത്. 2024 ഏപ്രിൽ 396 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 115 വാഹനങ്ങളുടെ വ്യത്യാസവും 29.04% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത്യാവശ്യം ഹൈ ഡീഗ്രോത്ത് റേറ്റ് ആണ്. ഇനി അടുത്ത നമ്മുടെ 17th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി BYD ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 346 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 2024 ഏപ്രിൽ 157 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 189 വാഹനങ്ങളുടെ വ്യത്യാസം 120.38% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന കമ്പനി ഇതാണ്. ആൻഡ് ഇപ്പോൾ ഇവർക്ക് ഒരുപാട് വണ്ടികളുണ്ട്. C-Line 7 ഉണ്ട്, സീലുണ്ട്, E-Max 7 ഉണ്ട്, Atto 3 ഉണ്ട്. അന്ന് ഇത്രയും വണ്ടികളില്ലായിരുന്നു. കഴിഞ്ഞ വർഷം സീലും C-Line 7 ഒക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. BYD ഇന്ത്യയിൽ അത്യാവശ്യം നന്നായിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത 16th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി സിട്രോൻ ആണ്. നമ്മുടെ ഫാക്ടറി ഡിസ്പാച്ച് സെയിൽസിൻ്റെ കാര്യത്തിൽ എപ്പോഴും സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്ന സിട്രോൻ ആയിരുന്നു. ജീപ്പിൻ്റെ തൊട്ട് മുകളിൽ സിട്രോൻ ഉണ്ടാകും. എന്തായാലും റീറ്റെയിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ അത് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം 386 വാഹനങ്ങളുടെ സെയിലാണ് ടോട്ടൽ സിട്രോൻ ലഭിച്ചിരിക്കുന്നത്. 2024 ഏപ്രിൽ 525 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽ ലഭിച്ചായിരുന്നു. അതായത് 139 വാഹനങ്ങളുടെ വ്യത്യാസവും 26.48% ഡീഗ്രോത്ത് റേറ്റും നമ്മുടെ സിട്രോന് വന്നിട്ടുണ്ട്. ഇവർക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇൻഫാക്ട് ഇയർ ഓൺ ഇയർ ഡീഗ്രോത്തേ ഉള്ളൂ. ഇനി നമ്മുടെ അടുത്ത 15th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി JLR അഥവാ ജാഗ്വാർ ലാൻഡ് റോവർ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ 396 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. 2024 ഏപ്രിൽ 302 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. 94 വാഹനങ്ങളുടെ വ്യത്യാസം 31.13% ഗ്രോത്ത് റേറ്റ് ആണുള്ളത്. നമ്മുടെ ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി JLR ആണ് എന്നും പറയാം. ഇനിയിപ്പം JLRൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ UK നിന്ന് ഒരു ഇമ്പോർട്ട് ടാക്സ് കുറച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ UK ഇന്ത്യൻ ഗവൺമെൻറ് നമ്മൾ നേരത്തെ 100+ ഉണ്ടായിരുന്ന ടാക്സ് ഇനിയിപ്പം ജസ്റ്റ് 10% വരുള്ളൂ. അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊരു നല്ല നീക്കമാണ്. നമുക്ക് നോക്കാം വില ശരിക്കും ഒരു കുറയ്ക്കോ ഇല്ലയോ എന്നൊക്കെ. എനിവേ ഇനിയിപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത 14th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. ഇവർ കഴിഞ്ഞ മാസം 832 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസ് അക്വയർ ചെയ്തിട്ടുണ്ട്. 2024 ഏപ്രിൽ 776 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 56 വാഹനങ്ങളുടെ വ്യത്യാസം 7.22% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. സെയിൽസ് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും ഇയർ ഓൺ ഇയർ ബേസിസിൽ. പ്രത്യേകിച്ച് ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു കമേഴ്ഷ്യൽ വാഹനങ്ങളല്ലാതെ നമ്മുടെ ഈ ഒരു മെയിൻ സ്ട്രീം വാഹനങ്ങളുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് വണ്ടികളൊന്നും ഇല്ല. ഈ ഗുർഖ ട്രാക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതും ട്രാക്സും കൂടുതൽ കമേഴ്ഷ്യലൊക്കെ തന്നെയാണ് പോകാറുള്ളത്. എനിവേ ഇനി നമ്മുടെ അടുത്ത 13th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി BMW ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1234 വാഹനങ്ങളുടെ ടോട്ടൽ സെയിലാണ് വന്നിരിക്കുന്നത്. 2024 ഏപ്രിൽ 1271 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. 37 വാഹനങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2.91% ഡീഗ്രോത്ത് റേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവല്ലെങ്കിലും രണ്ടാമതായി ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി BMW ആണ്. അതായത് സെയിൽ വളരെ കൺസിസ്റ്റൻ്റ് ആണെന്ന് തന്നെ പറയാം. ഇയർ ഓൺ ഇയർ ബേസിസിൽ അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി നമ്മുടെ അടുത്തതിന് തൊട്ടുമുകളിൽ തന്നെ BMW ഉണ്ടെങ്കിൽ അവിടെ മെർസിഡീസ് ബെൻസ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ 12th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി മെർസിഡീസ് ബെൻസ് തന്നെയാണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 1323 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2024 1626 വാഹനങ്ങൾ സെയിലും കിട്ടിയതായിരുന്നു. 303 വാഹനങ്ങളുടെ വ്യത്യാസവും 18.63% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട് ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുന്ന സമയത്ത്. പക്ഷേ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ മാസം BMW ബെൻസും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു സെയിൽസ് പോയിന്റിലേക്ക് വന്നു എന്ന് പറയും. അല്ലെങ്കിൽ സാധാരണ ഇതിൽ മെർസിഡീസിന് കുറച്ചും കൂടെ കൂടുതൽ സെയിൽസ് കിട്ടാറുള്ളതാണ് 200-300 യൂണിറ്റ്സിൻ്റെ ഒക്കെ. ഇനി അടുത്ത നമ്മുടെ കമ്പനി 11th പൊസിഷനിൽ നിൽക്കുന്ന നിസാൻ ആണ്. ഇവരിപ്പം ആകപ്പാട് മെയിൻ സ്ട്രീം ആയിട്ട് മാഗ്നേറ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ എക്സ്ട്രയിൽ ഉണ്ട്. പക്ഷേ അത് CBO ആയതുകൊണ്ട് അങ്ങനെ അധികാരം വാങ്ങാറില്ല. കഴിഞ്ഞ മാസം എന്തായാലും ടോട്ടൽ 1821 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. ഏപ്രിൽ 2024 2258 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്.
437 വാഹനങ്ങളുടെ വ്യത്യാസം 19.35% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം അടുത്ത വർഷം ഇവരുടെ പുതിയ SUV വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരും എന്ന് പ്രതീക്ഷിക്കാം. നിസാൻ്റെ മാത്രമല്ല, അതിപ്പം റെനോയുടെ കേസ് ആണെങ്കിൽ അതുപോലെ തന്നെയാണ്. പുതിയ ജനറേഷൻ ഡസ്റ്റർ അടുത്ത വർഷം വരുന്നുണ്ട്. അത് വെച്ചായിരിക്കും ഇനിയും ഇവരും സെയിൽസ് തിരിച്ച് പഠിക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി റെനോ ആണ്. കഴിഞ്ഞ മാസം 2830 വാഹനങ്ങളുടെ സെയിൽസാണ് ഇവർക്ക് ലഭിച്ചത്. ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. 2024 ഏപ്രിലിൽ 4036 വാഹനങ്ങളുടെ സെയിൽ ഇവർക്ക് കിട്ടിയതായിരുന്നു. 1206 വാഹനങ്ങളുടെ വ്യത്യാസം 29.88% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിലെ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന കമ്പനി റെനോ ആണ് എന്ന് തന്നെ പറയും. ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ജീപ്പായിരുന്നു 29.04%. ഇനി അടുത്ത നമ്മുടെ 9th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹോണ്ടയാണ്. ഹോണ്ടയ്ക്ക് കഴിഞ്ഞ മാസം 4733 വാഹനങ്ങളുടെ ടോട്ടൽ സെയിൽസാണ് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2024 6252 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. അതായത് 1419 വാഹനങ്ങളുടെ വ്യത്യാസം 22.7% ഡീഗ്രോത്ത് റേറ്റ് ഹോണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. ഇവരിപ്പോൾ പുതിയ ജനറേഷൻ അമേസൊക്കെ ഇറക്കിയതാണ്. സ്റ്റിൽ സെയിൽസിൽ ഭയങ്കര വലിയൊരു പ്രോഗ്രസ് വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സെയിൽസ് തിരിച്ചു പിടിക്കാൻ അവർ ഇടയ്ക്ക് ചിലവേറ്റൊക്കെ ഇറക്കി നോക്കിയതാണ്. പക്ഷെ എന്നിട്ടും കാര്യമായിട്ടുള്ള ഗുണം ഉണ്ടായില്ല എന്ന് പറയേണ്ടി വരും. ഇനി അടുത്ത നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി MG ആണ്. MG ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടാണ് ഇന്ത്യയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ മിൻസറാണ് അതിൻ്റെ അടുത്ത് ഏറ്റവും പ്രമുഖനായിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 4871 വാഹനങ്ങൾ ടോട്ടൽ സെയിൽസ് ലഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 2024 4267 വാഹനങ്ങളുടെ സെയിൽസാണ് വന്നിരിക്കുന്നത്. 604 വാഹനങ്ങളുടെ വ്യത്യാസം 14.16% ഗ്രോത്ത് റേറ്റുമാണ്. ഗ്രോത്ത് റേറ്റും ഇയർ ഓൺ ഇയർ ബേസിസിൽ അങ്ങനെ വലിയ കാര്യമായിട്ടില്ലെങ്കിലും അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ ഉണ്ട് എന്ന് പറയാം. മാത്രമല്ല വിൻസർ റിവ്യൂ ഒരു 3000 to 4000 ഇടയിലും ഒരു മാസം വിൽക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ 7th പൊസിഷനിൽ നിൽക്കുന്ന സ്കോഡ ഫോക്സ്വാഗൻ്റെ കമ്പൈൻഡ് സെയിലാണ്. കഴിഞ്ഞ മാസം 9458 വാഹനങ്ങളുടെ സെയിലാണ് ഇവർക്ക് രണ്ട് ബ്രാൻഡ്സിനോട് കമ്പൈൻഡ് ആയിട്ട് ലഭിച്ചത്. അത് വളരെ നല്ല ഫിഗറാണ്. അതിൻ്റെ അകത്ത് ഫോക്സ്വാഗൻ്റെ കുറവാണ്, കാരണം സ്കോഡ ഇപ്പോൾ കയ്യിലേക്ക് ഇറക്കുന്നുണ്ട്, അതിന് നല്ല സെയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ കുഷാക്ക, ടൈഗോൺ, സ്ലാവിയ, വെർട്ടസ് അതൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇപ്പോഴും സെയിൽ ഇത്തിരി കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 2024 6781 വണ്ടികൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 2677 വാഹനങ്ങളുടെ വ്യത്യാസം 39.48% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇവർക്കാണ്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി കിയ ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം ടോട്ടൽ 21618 വാഹനങ്ങളുടെ സെയിൽസ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 2024 19805 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 1813 വാഹനങ്ങളുടെ വ്യത്യാസം 9.15% ഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. എഗെയിൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിൽ എന്ന് പറയും. സെയിൽ കൂടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി, പക്ഷേ ഗ്രോത്ത് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അങ്ങനെ വളരെ ഹൈ ഒന്നും അല്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയും. പിന്നെ ഇപ്പം കുറച്ചുകൂടെ വണ്ടികളും കൂടെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സെറോസൊക്കെ പുതിയതാണ്. ഇനി അടുത്ത കമ്പനി ടൊയോട്ടയാണ് 5th പൊസിഷനിൽ നിൽക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ മാസം 23344 വാഹനങ്ങളുടെ സെയിൽസാണ് വന്നിരിക്കുന്നത്. 2024 ഏപ്രിൽ 20177 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 3167 വാഹനങ്ങളുടെ വ്യത്യാസവും 15.7% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അത്യാവശ്യം സെയിൽ കൂടിയിട്ടുണ്ടെന്ന് പറയും. പക്ഷേ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇവരുടെ സെയിൽ ചിലപ്പം ഇത്തിരി കുറവായിട്ടും വേണമെങ്കിൽ പറയാം. കാരണം പൊതുവെ ഒരു 24,000 to 25,000 ഇടയിലൊക്കെയാണ് ടൊയോട്ടയ്ക്ക് സെയിൽ വരാറുള്ളത്. കഴിഞ്ഞ മാസം ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി ഹ്യുണ്ടായി ആണ്. ഇവർക്ക് കഴിഞ്ഞ മാസം 43642 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 2024 49243 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 5601 വാഹനങ്ങളുടെ വ്യത്യാസവും അതുപോലെ 11.37% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. പൊതുവേ ഹ്യുണ്ടായി മിക്കവാറും ഒക്കെ 2nd പൊസിഷനിലൊക്കെ എത്താറുള്ളതായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും സെക്കൻഡിൽ നിന്നും തേർഡിൽ നിന്നൊക്കെ വന്ന് നേരെ 4th എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും 3rd, 2nd, 1st ആരാന്നൊക്കെ നോക്കണമല്ലോ. ഫസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. പക്ഷേ 3rd പൊസിഷൻ നിൽക്കുന്ന നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റയും ഇടയ്ക്ക് സെക്കൻഡൊക്കെ ആവാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏകദേശം സെക്കൻഡ് ആരെന്നുള്ളത് ഊഹിച്ച് കാണുമായിരിക്കും. ഇനി ടാറ്റയുടെ കേസ് നോക്കാനാണെങ്കിൽ കഴിഞ്ഞ മാസം 44,065 വാഹനങ്ങളുടെ സെയിലാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ 2024 46,915 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 2850 വാഹനങ്ങളുടെ വ്യത്യാസവും 6.07% ഡീഗ്രോത്ത് റേറ്റുമാണ് ടാറ്റയ്ക്ക് വന്നിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, സെയിൽസ് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആണ്, വ്യത്യാസം ഉണ്ടെങ്കിലും. പക്ഷേ എന്നാൽ അങ്ങനെ ഒരുപാട് കുറ്റം പറയത്തക്ക രീതിയിലൊന്നും കുറഞ്ഞിട്ടില്ല. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന കമ്പനി പൊതുവെ എപ്പോഴും 4th പൊസിഷനിലായിരുന്നു മഹീന്ദ്ര നിൽക്കാറെങ്കിലും കഴിഞ്ഞ മാസം റീറ്റെയിൽ സെയിൽസിൻ്റെ കാര്യത്തിൽ 2nd പൊസിഷനിലോട്ട് കയറിയിട്ടുണ്ട്. 48,405 വാഹനങ്ങളുടെ സെയിൽസാണ് അവർക്ക് ടോട്ടൽ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം. ഏപ്രിൽ 2024 38,696 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 9,709 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 25.09% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ അങ്ങനെ പറയത്തക്ക രീതിയിൽ 4ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഓവറോൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ മഹീന്ദ്ര ഒരുപാട് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്പർ 1 പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, മാരുതി സുസുക്കി തന്നെയാണ്. കഴിഞ്ഞ മാസം 1,38,021 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. ഏപ്രിൽ 2024 1,39,173 വാഹനങ്ങൾ സെയിലാണ് വന്നത്.
ആകെപ്പാട് 1152 വണ്ടികളുടെ വ്യത്യാസമുള്ളൂ ഈ ലക്ഷക്കണക്കിന് വണ്ടികളുടെ സെയിലിൽ. അതുകൊണ്ട് തന്നെ 0.83% ഡീഗ്രോത്ത് റേറ്റ് ഉള്ളൂ. അതാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ്. ഇത്രയും ഹൈ വോളിയം സെയിൽസിൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു കഴിവ് തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റ കമ്പനികളുടെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സൊക്കെ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമ്മളിപ്പോൾ 1 ലാഖിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കത് പെട്ടെന്നാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.